നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ആ വാർത്തയിലേക്ക് തന്നെയാണ്. EP വിവാദത്തിൽ CPIക്ക് അതൃപ്തി. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ CPIക്ക് കടുത്ത അതൃപ്തി. EP തുറന്നു പറച്ചിൽ ഇടതുമുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചു. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് EP ജയരാജൻ തുടരുന്നതിലും CPIക്ക് എതിർപ്പുണ്ട്. നാളെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിവാദം ചർച്ചയാകും. വിവാദത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് പ്രതികരിച്ചില്ല. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം തുറന്നു സമ്മതിച്ച EP ജയരാജന്റെ നടപടി CPIMന്റെ ആഭ്യന്തര പ്രശ്നം മാത്രമല്ലെന്നാണ് CPIയുടെ നിലപാട്. LDF കൺവീനർ കൂടിയായ EP ജയരാജൻ BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തുകയും പിന്നീടത് തുറന്നു സമ്മതിക്കുകയും ചെയ്തത് ഇടതുമുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചു. കോൺഗ്രസ് നേതാക്കൾ BJPയിൽ പോകുന്നത് രാഷ്ട്രീയ പ്രചരണമാക്കുന്നതിനിടെ ഇടതുമുന്നണി കൺവീനർ തന്നെ ഇത്തരത്തിൽ സംഘപരിവാർ നേതാക്കളുമായി ചർച്ച നടത്തിയത് രാഷ്ട്രീയ ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. EP ജയരാജൻ കൺവീനർ സ്ഥാനത്ത് തുടരുന്നതിലും CPIക്ക് അതൃപ്തിയുണ്ട്. എന്നാൽ CPIMനോട് CPI ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. EPക്കെതിരെ ഉചിതമായ നടപടി CPIM എടുക്കുമെന്ന വിശ്വാസത്തിലാണ് CPI. CPIMനെ പോലെ പാർട്ടിയെ പറ്റി CPIക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇത്തരത്തിൽ വിഷയം വന്നാൽ അത് കൈകാര്യം ചെയ്യാനും ആവശ്യമെങ്കിൽ തിരുത്താനുമുള്ള കെൽപ്പുള്ള പക്വതയുള്ള പാർട്ടിയാണ് CPIM. CPIക്ക് ബോധ്യമുണ്ട്. ആ CPIMനെ നടപടി കാണിക്കേണ്ട പാർട്ടിയായിട്ട് ഞങ്ങളെ കാണുന്നില്ല. ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറയേണ്ട ഗതിയിൽ ഉചിതമായി പറയും. നടപടിയെടുത്തില്ലെങ്കിൽ കൺവീനർ സ്ഥാനത്ത് EP ജയരാജനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത് നൽകുന്നതടക്കം പാർട്ടിയുടെ പരിഗണനയിലുണ്ട്. അതേസമയം വിവാദത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചില്ല. നാളെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിവാദം ചർച്ചയാകും. EP ജയരാജനെതിരെ കടുത്ത അതൃപ്തി CPIMലെ ഭൂരിഭാഗം നേതാക്കൾക്കുമുണ്ട്. 24 തിരുവനന്തപുരം. ഒട്ടേറെ നമ്മുടെ പതിവ് പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ പറയുകയാണ്. അതോടൊപ്പം പവിത്ര പാതിരെ പറ്റി ഇന്ന് ചോദിക്കുന്നുണ്ട്. മഴയ്ക്ക് സാധ്യതയുണ്ടോ എന്നാണ് അറിയേണ്ടത് എന്ന് പറയുന്നു. കടുത്ത ചൂടാണല്ലോ, പക്ഷെ അപ്പോഴും വേനൽ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് എന്നാണ് ആ ചോദ്യത്തോടുള്ള മറുപടി. നമ്മൾ അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. വിദ്വേഷ പരാമർശം ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ജനങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഛത്രപതി ശിവജി അടക്കം ഇന്ത്യയിലെ രാജാക്കന്മാരെ കോൺഗ്രസ് ക്രൂരന്മാരെന്ന് വിളിച്ചു. സുൽത്താൻമാരും ബാദുഷമാരും നടത്തിയ ക്രൂരതകളെക്കുറിച്ച് മിണ്ടുന്നില്ല എന്നിങ്ങനെ പോകുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ. ഇത് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ആദ്യം. കോൺഗ്രസ് के शहजादे का एक ताजा बयान जरूर सुना होगा. ये शहजादे का कहना है कि भारत के राजा, भारत के महाराजा ये अत्याचारी थे. ये गरीबों की जमीन छीन लेते थे. जब मर्जी पड़े तब उनका सब हड़प कर लेते थे. कांग्रेस के शाहजादे ने छत्रपति शिवाजी महाराज, कित्तूर की रानी चिन्नम्मा जैसे महान व्यक्तित्व का अपमान किया है. इनका सुशासन, इनकी देशभक्ति आज भी हम सभी को प्रेरित करती है. ഇപ്പോൾ വിശദാംശങ്ങളുമായി അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്ന് ചേരുന്നത്. അരുൺ, പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ആ പരാമർശം അത് ആ നിലയ്ക്ക് വീണ്ടും തുടരുന്ന കാഴ്ചയാണല്ലോ നമ്മളിപ്പോൾ കാണുന്നത്. അരുൺ, അരുൺ പൂപ്പറമ്പയിലേക്ക് എത്താം. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ നിലപാട് ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ഒരു പ്രത്യേക വിഭാഗവുമായി കൂട്ടിക്കെട്ടി അദ്ദേഹം നിലപാട് പറയുന്നു. അദ്ദേഹത്തിന്റെ വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം നേരത്തെ ഉയർന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതികൾ പോയതാണ്.
ഉന്മേഷ്, നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്ന ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, അതായത് പ്രചാരണ പരിപാടികളിൽ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായത്. ആദ്യം കോൺഗ്രസിന്റെ പ്രകടന പത്രിക ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ അതായത് രാജ്യത്തെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് ഈ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ ആദ്യം മോദി ഉന്നയിച്ചിരുന്നു. അതിൽ പിന്നീടുള്ള പ്രചാരണ വേദികളിലും അതേ വിമർശനം ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിപ്പോഴും അത്തരം വിദ്വേഷ പരാമർശങ്ങൾ പ്രധാനമന്ത്രി തുടരുന്നു എന്നതാണ് കാണേണ്ടത്. ഇന്ന് ഇപ്പോൾ കർണാടകയിലെ ബെലഗാവിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെയാണ് വിശദമായി ഇത്തരം പരാമർശങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത്, രാജ്യത്തെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് പ്രിയപ്പെട്ട വോട്ട് ബാങ്കിന് നൽകുകയാണ് കോൺഗ്രസിന്റെ ശ്രമം. എന്നാൽ അത് അനുവദിക്കില്ല. സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല. താൻ ജീവനോടെയുള്ള കാലം വരെ താലിമാലയിൽ, ഇവിടുത്തെ മനുഷ്യരുടെ താലിമാലയിൽ കൈവെക്കാൻ ആരെയും സമ്മതിക്കില്ല. വോട്ട് ബാങ്കിനുള്ള പ്രീണന രാഷ്ട്രീയം മാത്രമാണ് കോൺഗ്രസ് നടത്തുന്നത് ഉൾപ്പെടെയുള്ള വിമർശനം ഉന്നയിക്കുന്നു. പിന്നീട് ഈ രാജ്യത്തെ രാജാക്കന്മാരെ കോൺഗ്രസ് ക്രൂരന്മാരെന്ന് വിളിച്ചു. എന്നാൽ ഔറംഗസീബ് ഉൾപ്പെടെയുള്ള സുൽത്താൻമാർ, ബാദുഷമാർ ചെയ്ത ക്രൂരത കോൺഗ്രസ് മറച്ചുവെക്കുന്നു. ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ തകർത്ത കാര്യങ്ങൾ കോൺഗ്രസ് മറച്ചുവെക്കുന്നു ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ, വിദ്വേഷപരമായിട്ടുള്ള പരാമർശങ്ങളാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. നേരത്തെ തന്നെ ഉന്മേഷ് സൂചിപ്പിച്ച പോലെ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ശരിയാണ് അരുൺ, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പരാതിയായി എത്തിയതാണ്. പക്ഷേ ആ നിലപാട് അദ്ദേഹം ആവർത്തിക്കുന്നു. പലയിടങ്ങളിലും നമ്മൾ ആ പ്രസംഗം കേട്ടു. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തുമ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടിൽ മാറ്റമില്ല എന്നുള്ളതാണ്. PR നന്ദനൻ ഒപ്പം അതോടൊപ്പം തന്നെ ആമിനയൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ അഞ്ജനയുടെ പിറന്നാൾ ആശംസകൾ പറയണമെന്നാണ്. അഞ്ജനയ്ക്ക് പിറന്നാൾ ആശംസകൾ നമ്മൾ 24-ന്റെ പേരിലും അറിയിക്കുകയാണ്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വളരെ വേഗത്തിൽ നമ്മൾ പോകുന്നു. കോഴിക്കോട് വെള്ളയിൽ കൊലപാതക കേസിലെ പ്രതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഓട്ടോ ഡ്രൈവർ കൂടിയായ ശ്രീകാന്താണ് മരിച്ചത്. ബൈക്കിലെത്തിയ ആളാണ് കൊല നടത്തിയത് എന്നാണ് പ്രദേശവാസി 24-നോട് വ്യക്തമാക്കിയത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. വീടിന് സമീപത്തെ പണിക്കർ റോഡിൽ വെച്ചാണ് 47-കാരനായ ശ്രീകാന്ത് കൊല്ലപ്പെട്ടത്. രാവിലെ ക്ഷേത്രത്തിലേക്ക് പോകുകയായിരുന്ന സ്ത്രീകളാണ് ആദ്യം മൃതദേഹം കണ്ടത്. തുടർന്ന് നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു. ബൈക്കിലെത്തിയ ആളാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രദേശവാസി ജ്യോതികുമാർ 24-നോട്. ആള് ബൈക്കിന്റെ മുകളിൽ കൊടുവാളായിട്ട് പോണ ഇത് കണ്ടിട്ടുണ്ട്. ഈ വെട്ടിയാള് ഇടവയ്ക്കാ പോയത്. അപ്പോൾ അവിടുന്ന് വരുന്ന ആള് കണ്ടിട്ടുണ്ട്. കൊടുവാള് വണ്ടീൻ്റെ മുന്നിൽ കുത്തി വെച്ചിട്ട് ഹെൽമെറ്റ് ഇട്ടിട്ട് ആളെ മുഖം മനസ്സിലായിട്ടില്ല. ബൈക്ക് സൈറ്റിൽ ആളാന്ന് പറഞ്ഞു. മടങ്ങ അത് വേറെ ആള് പറഞ്ഞതാണ് ഒരാളതാ വെട്ടിയിട്ടെന്ന്. അപ്പോഴത്തേക്ക് ആൾ ഓടി വരുമ്പോഴത്തേക്ക് വണ്ടി എടുത്ത് പോയി. കഴിഞ്ഞ ദിവസം ശ്രീകാന്തിന്റെ കാർ തീവെച്ച് നശിപ്പിച്ചിരുന്നു. ഇതിൽ പോലീസ് അന്വേഷണം തുടരുന്നതിനിടയിലാണ് കൊലപാതകം. കുണ്ടുപറമ്പ് പ്രഭാകരൻ വധക്കേസിലെ പ്രതിയാണ് ശ്രീകാന്ത്. ഇതിന്റെ പ്രതികാരമാണോ കൊലപാതകമെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വെള്ളയിൽ ഹാർബർ ഭാഗത്തേക്കാണ് പ്രതി പോയത്. മേഖലയിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്. ശ്രീകാന്തിനൊപ്പം ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന എലത്തൂർ സ്വദേശിയായ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മദ്യപിച്ച് അബോധാവസ്ഥയിലായിരുന്ന സുഹൃത്തിനെ ഏറെ വൈകിയാണ് ചോദ്യം ചെയ്തത്. കൊലപാതകത്തിൽ ഇയാൾക്ക് നേരിട്ട് പങ്കില്ലെന്നാണ് സൂചന. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു. 24 കോഴിക്കോട്. കോട്ടയത്തും ഒരു കൊലപാതകം. അവിടെ പാലായിൽ യുവാവിനെ കത്രിക കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൊല്ലപ്പള്ളി മങ്കര സ്വദേശി ലിബിൻ ജോസ് ആണ് കൊല്ലപ്പെട്ടത്. പാലാ സ്വദേശിയായ അഭിലാഷ് എന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒരു സ്ത്രീയടക്കം 4 പേർക്ക് ഇതിനിടെയുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ബന്ധുവിന്റെ കുട്ടിയുടെ ആദ്യ കുർബാന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു മങ്കര സ്വദേശി ലിബിൻ ജോസ്. സൽക്കാര ചടങ്ങിനിടെ മദ്യപാനത്തെ ചൊല്ലിയുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ലിബിനും സുഹൃത്തുക്കളും പ്രതിയായ അഭിലാഷുമായി തർക്കമുണ്ടാകുകയും അത് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയുമായിരുന്നു. കത്രിക കൊണ്ട് അഭിലാഷ് ലിബിനെ കുത്തുകയായിരുന്നു എന്നാണ് വിവരം. രാത്രി ഒരു 12 മണി സമയം കഴിഞ്ഞാണ് ഞാൻ നല്ല ഉറക്കത്തില്ല. എൻ്റെ കുടുംബങ്ങൾ എന്നെ വിളിച്ച് അച്ചാച്ച അപ്പുറത്തെ വീട്ടിൽ നടക്കുന്നു. അങ്ങനെ ഞാൻ വിളിച്ചെല്ലുമ്പോൾ ഉണ്ടും തള്ളും അവളും നടക്കും. അവിടെ സമാധാനിപ്പിച്ച് എല്ലാവരും പറഞ്ഞു വിട്ട് കഴിഞ്ഞാണ് വീടിൻ്റെ മുറ്റത്ത് വന്നപ്പോഴാണ് അഭിലാഷമായിട്ട് വീണ്ടും ഉണ്ടും തള്ളും കുഴപ്പമുണ്ടായി. അവർ 3 പേരുണ്ടായിരുന്നു. സംഘർഷത്തിൽ ഗ്രഹനാഥ നിർമ്മലയടക്കം 4 പേർക്ക് പരിക്കേറ്റു. ബെന്നി എന്ന ഒരാൾക്കും കുത്തേറ്റിട്ടുണ്ടെന്നാണ് വിവരം. പ്രതിയായ അഭിലാഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തലയ്ക്ക് പരിക്കേറ്റ ഇയാളും ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പാലാ പോലീസ് അന്വേഷണം തുടങ്ങി. ലിബിന്റെ മൃതദേഹം പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് കസ്റ്റഡിയിലുള്ള അഭിലാഷ് മറ്റു ചില കേസുകളിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. 24 കോട്ടയം.
മറ്റൊരു കൊലപാതകമുണ്ടായത് എറണാകുളത്താണ്. അവിടെ യുവാവിനെ കുത്തിക്കൊന്നു. തമ്മനം സ്വദേശി മനീഷാണ് കൊല്ലപ്പെട്ടത്. വാക്ക് തർക്കത്തിനിടെയായിരുന്നു കൊലപാതകം. രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരിക്കേറ്റ ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാലാരിവട്ടം തമ്മനം മെയ് ഫസ്റ്റ് റോഡിൽ ഇന്ന് പുലർച്ചെയോടെയാണ് നാടിന് നടുക്കിയ കൊല. വാഹനം വട്ടം വച്ചത് ചോദ്യം ചെയ്തതാണ് പ്രകോപന കാരണം. കൊല്ലപ്പെട്ട മനീഷും പരിക്കേറ്റ അജിത്തും പ്രതികളുമായി വാക്കുതർക്കവും അടിപിടിയുമുണ്ടായി. രാത്രി 10 മണിയോടെ മനീഷും അജിത്തും പ്രതികളായ ജിതേഷിന്റെയും ആഷിഖിന്റെയും വീട്ടിലെത്തി. വീണ്ടും പ്രകോപനമുണ്ടാക്കി. ഇതാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ജിതേഷിന്റെ വീടിന്റെ വാതിൽ തല്ലിപ്പൊളിച്ച് ഇരുവരും അകത്തുകയറി മർദ്ദിക്കുകയായിരുന്നു. ഇതിനിടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന മടക്കുകത്തി ഉപയോഗിച്ച് ജിതേഷ് ആക്രമിച്ചു. മനീഷിന് നെഞ്ചിനും അജിത് ആന്റണിക്ക് വയറിനുമാണ് കുത്തേറ്റത്. ഇന്ന് വെളുപ്പിന് ഒരു 1:30 മണിയോട് അനുബന്ധിച്ചാണ് ഈ സംഭവം ഇവിടെ നടന്നത്. മനിൽ കുമാർ എന്ന് പറയുന്ന 32 വയസ്സുള്ള യുവാവ്, അദ്ദേഹത്തിന്റെ സുഹൃത്ത് അജിത്തും കൂടി ഇവിടെ വരികയും ചെറിയ രീതിയിലുള്ള തർക്കമുണ്ടായെന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ഇദ്ദേഹത്തിന്റെ ഒരു ബൈക്കുമായി സംബന്ധമായിട്ടുള്ള കാര്യമാണ് പോലീസും പറയുന്നത്. പോലീസ് എത്തിയാണ് ഇരുവരെയും ആശുപത്രിയിലെത്തിച്ചത്. പരുക്കേറ്റ അജിത്ത് ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതികളായ ജിതേഷും ആഷിഖും പാലാരിവട്ടം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. 24 കൊച്ചി. സംസ്ഥാനത്തെ കനത്ത ചൂടിനെക്കുറിച്ച് പ്രേക്ഷകർ സൂചിപ്പിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ കനത്ത ചൂടാണ്. ട്യൂഷൻ ക്ലാസുകൾ നിർത്തിവെക്കണമെന്നൊരു ആവശ്യം ഒരു അക്കൗണ്ടിൽ നിന്നിപ്പോൾ വരുന്നുണ്ട്. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. വയനാട് പനമരം അമ്മാനിയിൽ കൃഷിയിടത്തിൽ കാട്ടാനയെ ഷോക്കേറ്റ് ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. തെങ്ങ് കുത്തി മറിച്ചിടുന്നതിനിടെ വൈദ്യുതി കമ്പി പൊട്ടി വീണാണ് അപകടമെന്നാണ് നിഗമനം. കാപ്പിത്തോട്ടത്തിൽ നിന്ന് കാട്ടാനയുടെ ജഡമുയർത്തിയത് ക്രെയിൻ ഉപയോഗിച്ച്, പിന്നീട് ലോറിയിലേക്ക് മാറ്റി വടം കൊണ്ട് ബന്ധിച്ചു. പാതിരി വനത്തിലാണ് പോസ്റ്റ്മോർട്ടം. ആന തെങ്ങ് തട്ടിയതിൽ തെങ്ങ് മറിഞ്ഞ് കമ്പിയിലേക്ക് വീണിട്ട് കമ്പിയും തെങ്ങും ഒന്നിച്ച് കൂട്ടിപ്പിടിച്ചു പോയി എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അടുത്തതായിട്ട് പോസ്റ്റ്മോർട്ടമാണ്. 2 വെറ്റിനറി ഡോക്ടേഴ്സിൻ്റെ സാന്നിധ്യത്തിൽ വേണം പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് കാട്ടാന ജയരാജന്റെ വീടിനോട് ചേർന്നുള്ള കാപ്പിത്തോട്ടത്തിലെത്തിയത്. ഈ മേഖലയിൽ സ്ഥിരമായി കാണുന്ന ആനയാണ്. തെങ്ങ് കുത്തിമറിച്ചിടുന്നതിനിടെ വൈദ്യുതി കമ്പി പൊട്ടി വീണാണ് ഷോക്കേറ്റത്. കണ്ട് താഴെ വീട്ടുകാർ ലൈന് പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലൈന് നോക്കിക്കൊണ്ട് പോയതാണ്. ഞങ്ങൾക്ക് ഇവിടെ മിഷന് വെക്കുന്നുണ്ട്, ഓക്സിജൻ്റെയും ബീപ്പാക്കും വെക്കുന്നുണ്ട്. അപ്പോൾ കറണ്ട് എന്താ നോക്കാൻ വേണ്ടി പോയതാണ്. KSEBിയിൽ വിളിച്ച് പറയുകയാണെങ്കിൽ എന്താ ഇത് ചോദിക്കുമല്ലോ. അപ്പോൾ ലൈന് നോക്കിക്കൊണ്ട് പോയതാണ്. അപ്പോൾ പോയത് ആനേൻ്റെ മുന്നിലാത്ര. അമ്മാനി, നിർവാരം തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം കാട്ടാനശല്യം സ്ഥിരമെന്ന് നാട്ടുകാർ. പ്രശ്നം തുടങ്ങിയിട്ട് ഒരു 10-12 വർഷമായി. ഇത് ഇവിടുത്തെ DFO മുതൽ എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാം. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ഇതിൽ വന്നിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞത്. സ്ഥിരം വരുന്ന ആനയാണ് ഇത്. ഇതിൽ കൂടെ തന്നെ പാസ് ചെയ്യുന്നതാണ്. എന്നും വരുന്നവരാണ് ഇത്. അതിൻ്റെ മുന്നേ കുറച്ച് മുമ്പ് തന്നെ അപ്പുറത്തും ഒരു 4-5 പോയി എന്ന് പറഞ്ഞതാണ്. ഇന്ന് രാവിലെയാണ് മണ്ഡല ഏരിയ കൂടെ തന്നെ ഒരു 4 കടന്നു പോയത്. വനാതിർത്തിയോട് ചേർന്നുള്ള റെയിൽ ഫെൻസിംഗ് വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 വയനാട്. വയനാട്ടിൽ തന്നെ കാട്ടാന ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്കേറ്റു. ചേകാടി കുണ്ടുവാടി കോളനിയിലെ കാളനാണ് പരിക്കേറ്റത്. തൊടുപുഴ ഇല്ലിച്ചാരിയിൽ വീണ്ടും പുലിയിറങ്ങി. കൊല്ലം നാഗമലയിൽ പുള്ളിപ്പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ കാളൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നട്ടെല്ലിനും വാരിയലിനുമാണ് പരിക്ക്. ഇടുക്കി ഇല്ലിച്ചാരിയിലും തൃശൂർ പാലപ്പള്ളിയിലും ഇന്നലെയാണ് വീണ്ടും പുലിയിറങ്ങിയത്. 2 മാസമായി പുലിയുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ് ഇല്ലിച്ചാരി. വനംവകുപ്പ് വീണ്ടും ഇവിടെ കൂട് സ്ഥാപിച്ചു. പാലപ്പള്ളിയിലെ ജനവാസ മേഖലയിലിറങ്ങിയ പുലിയുടെ ദൃശ്യങ്ങൾ ബൈക്ക് യാത്രികനാണ് പകർത്തിയത്. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് പശുവിനെ പുലി ആക്രമിച്ചു കൊന്നിരുന്നു. കൊല്ലം തെന്മല ഫോറസ്റ്റ് റേഞ്ചിൽ നാഗമലയിലാണ് പുള്ളിപ്പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാവിലെ 7 മണിയോടുകൂടി സമീപത്ത് ഒരാളെ പുലി ആക്രമിച്ചിരുന്നു. ഇതേ പുലിയാണോ ചത്തത് എന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല. പുലി ചത്തതിൽ വനംവകുപ്പ് അന്വേഷണം തുടങ്ങി. പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാരുടെ പരാതി. 24 ഇടുക്കി. നമ്മൾ പത്തനംതിട്ടയിലേക്കൊന്ന് പോവുകയാണ്. അവിടെ കല്ലേലിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയെന്നുള്ള വാർത്ത വരുന്നു. ടാപ്പിംഗ് തൊഴിലാളികളാണ് പുലർച്ചെ റബ്ബർ തോട്ടത്തിൽ ഇറങ്ങിയ കാട്ടാനകളെ കണ്ടത്. ശ്രീജിത്ത് ശ്രീകുമാറിന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇത് ഏത് മേഖലയിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ?
കോന്നി കല്ലേലി ജനവാസ മേഖലയാണ്. അതിനോടൊപ്പം തന്നെ വനപ്രദേശവുമുണ്ട്. ഈ റബ്ബർ എസ്റ്റേറ്റും വനപ്രദേശവും തമ്മിൽ അധികം ദൂരമില്ല. പക്ഷെ ജണ്ട കെട്ടിത്തിരിക്കുകയോ അല്ലെങ്കിൽ അവിടെ ഒരു ഫെൻസിംഗ് വേലി സ്ഥാപിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് നാട്ടുകാർ ഇപ്പോൾ പരാതി പറയുന്നത്. സ്ഥിരമായി ഈ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നു എന്ന പരാതി നാട്ടുകാർ നിരവധി തവണ വനംവകുപ്പുകാരുടെ അടുത്ത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അവർ രേഖാമൂലമടക്കം പഞ്ചായത്ത് അംഗങ്ങളടക്കം പരാതികളായി പോകുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ അവർ വന്ന് നോക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നാണ് പറയുന്നത്. എന്നാലും കാടുകളിൽ വെള്ളം കുറഞ്ഞ സമയമായതിനാൽ വെള്ളത്തിന് വേണ്ടിയാണ് കാട്ടാനകൾ ഇവിടേക്ക് ഇറങ്ങി വരുന്നതെന്നാണ് വനംവകുപ്പിന്റെ ഒരു വിശദീകരണം. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ കാട്ടാനകൾ കയറിപ്പോയിട്ടുണ്ട്. 3 കാട്ടാനകളായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ഈ ശരി ശ്രീജിത്ത്, പത്തനംതിട്ടയിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. വിവാദ സിനിമ ദ കേരള സ്റ്റോറിയുടെ പ്രദർശനത്തെ വിമർശിച്ച് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ക്രൈസ്തവ യുവതികളുടെ പേര് പറഞ്ഞ് ആരും വർഗീയതയ്ക്ക് ശ്രമിക്കേണ്ട, പ്രണയക്കെണിയുടെ പേര് പറഞ്ഞ് വർഗീയതയുടെ വിഷം ചീറ്റാൻ അനുവദിക്കരുത്, സ്വയം പ്രഖ്യാപിത സംരക്ഷകരാകാൻ ആരും ശ്രമിക്കേണ്ടെന്ന് കാസയ്ക്കും പരോക്ഷ വിമർശനം. കണ്ണൂർ ചെമ്പേരിയിൽ KCYM സംഘടിപ്പിച്ച യുവജന സംഗമത്തിലാണ് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും സിറോ മലബാർ സഭയുടെ സിനഡ് സെക്രട്ടറിയുമായ മാർ ജോസഫ് പാംബ്ലാനി നിലപാട് വ്യക്തമാക്കിയത്. കേരള സ്റ്റോറി പ്രദർശന വിവാദത്തെ പരോക്ഷമായി പരാമർശിച്ചുള്ള വിശദീകരണം ഇങ്ങനെ: ക്രിസ്ത്യാനിക്ക് പങ്കുവയ്ക്കാൻ ഒരേ ഒരു സ്റ്റോറിയേ ഉള്ളൂ. ആ സ്റ്റോറി നസ്രായന്റെ സ്റ്റോറിയാണ്. നമ്മുടെ ഇടയിൽ ഭിന്നതയുടെയും വർഗീയതയുടെയും വിത്തുകൾ വിതയ്ക്കാൻ പലരും ഒളിഞ്ഞും തെളിഞ്ഞും പരിശ്രമിക്കുന്നുണ്ട്. ക്രൈസ്തവ യുവതികളുടെ പേര് പറഞ്ഞ് വർഗീയതയ്ക്ക് ആരും പരിശ്രമിക്കേണ്ടതില്ല, പ്രണയക്കെണിയെ കരുതിയിരിക്കണം, സഭാംഗങ്ങളായ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ സമുദായത്തിനറിയാം, ക്രിസ്ത്യൻ പെൺകുട്ടികൾ പ്രണയക്കുരുക്കിൽ പെട്ടുപോകുന്നുവെന്ന് പ്രചരിപ്പിച്ച് അഭിമാനത്തിന് വില പറയുന്നു, വർഗീയതയുടെ വിഷം ചീറ്റാൻ അനുവദിക്കരുത്. ഇന്ന് നമ്മുടെ പെൺകുട്ടികളുടെ രക്ഷകരായി പലരും രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട യുവതികളെ, നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. കാരണം നിങ്ങൾ ആത്മാഭിമാനമുള്ള മക്കളാണ്. ഈ തലശ്ശേരിയിലെ ഒരൊറ്റ പെൺകുട്ടിയെ പോലും ആർക്കും ചതിയിലോ പ്രണയക്കുരുക്കിലോ പെടുത്താനാവാത്ത വിധം നട്ടലുള്ള പെൺകുഞ്ഞുങ്ങളാണ് ഈ തലശ്ശേരിക്കുള്ളത് എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ തക്ക വിധത്തില് ഇവിടുത്തെ യുവജനങ്ങൾ പ്രബുദ്ധരാകേണ്ടതുണ്ട്. സംഘപരിവാർ അനുകൂല നിലപാടുള്ള ക്രൈസ്തവ കൂട്ടായ്മയായ കാസയ്ക്കും പരോക്ഷ വിമർശനം. നമ്മുടെ പെൺകൊച്ചുങ്ങളുടെ പേരും പറഞ്ഞ് ഒരു വർഗീയ ശക്തികളും ഇവിടെ വർഗീയതയുടെ വിഷം വിതയ്ക്കാൻ പരിശ്രമിക്കേണ്ടതില്ല. പ്രണയക്കെണിയുണ്ടെന്ന നിലപാട് ആവർത്തിച്ചും എന്നാൽ വർഗീയ മുതലെടുപ്പിന് അവസരമൊരുക്കരുതെന്ന് നിർദ്ദേശിച്ചുമായിരുന്നു മാർ പാംബ്ലാനിയുടെ പ്രസംഗം. 24 കണ്ണൂർ. ഇപ്പോൾ ഡൽഹിയിൽ നിന്നൊരു വാർത്ത നിതിൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിതിൻ അംബുജൻ, അവിടെ കനയ്യകുമാറിനെതിരെ പ്രതിഷേധം, വടക്കിഴക്കൻ ഡൽഹിയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം എന്നാണ് നിതിൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു വിഭാഗം പ്രവർത്തകർ തെരുവിലിറങ്ങുകയായിരുന്നു. പ്രതിഷേധമുയർത്തിയവരെ കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചു എന്നുകൂടി ഇപ്പോൾ നിതിൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടവിടെ കോൺഗ്രസ് PCC അധ്യക്ഷന്റെ രാജിയും ഉണ്ടായിരുന്നു. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. നിതിൻ, വലിയ പ്രതിഷേധമാണോ ഇപ്പോൾ കനയ്യകുമാറിനെതിരെ അവിടെ? ഉന്മേഷ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയാണ്. കനയ്യകുമാർ ഈ വടക്കിഴക്കൻ ഡൽഹിയിലെ ഈ മണ്ഡലത്തിൽ ഇന്നിവിടെ എത്താനിരിക്കുന്നതിനിടെയാണ് കനയ്യകുമാറിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രതിഷേധമാണ് പ്രധാനപ്പെട്ട കാരണം. ഇതിൽ കനയ്യകുമാറിനെ സ്ഥാനാർത്ഥി പിന്മാറ്റണം എന്നൊരാവശ്യമാണ് ഇവർ ഉയർത്തുന്നത്. മാത്രമല്ല, പ്രാദേശിക തലത്തിലെ നേതാക്കളെ സ്ഥാനാർത്ഥിയെ പരിഗണിക്കണം, ഇല്ലെങ്കിൽ തോൽക്കുമെന്നൊരു മുന്നറിയിപ്പാണ് ഈ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വെച്ചത്. തങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരാണ്, ഈ മണ്ഡലത്തിലെ വോട്ടർമാരാണ്. പക്ഷേ കനയ്യകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ വലിയ പ്രതിഷേധമാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തിയത്. പ്രവർത്തകർ ഇവിടേക്ക് പ്രതിഷേധവുമായി ഇവിടേക്ക് എത്തുന്നതിലാണ് ഈ ഭാഗത്തുള്ള ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഈ പ്രവർത്തകരെ തടയുകയും അതിനുശേഷം ഈ പ്ലക്കാർഡെല്ലാം തന്നെ കീറിയെറിയുകയും പിന്നീട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അങ്ങനെ നാടകീയമായ സംഭവമാണ് ഇന്നിവിടെ അരങ്ങേറിയത്. എന്തായാലും ഇപ്പോൾ ഈ പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. പ്രവർത്തകരെല്ലാം തന്നെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിക്കുകയും അതിനുശേഷം പ്രവർത്തകർ ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. എന്തായാലും വലിയ പ്രതിഷേധം ഇവിടെ ഉയർന്നിരുന്നു. ഏതാണ്ട് അല്പസമയം മുമ്പ് തന്നെ ഇപ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഇത്തരത്തിലുള്ളൊരു പ്ലക്കാർഡെല്ലാം ഉയർത്തിയാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത്. ഇതിൽ പ്രധാനമായും ഉന്നയിക്കുന്നൊരു ആവശ്യം
കനയ്യകുമാറിനെ സ്ഥാനാർത്ഥിയിൽ നിന്നും മാറ്റണം, പകരം പ്രാദേശിക തലത്തിലെ നേതാക്കളെ വേണം. ശരി നിതിൻ, ഏതായാലും ഇതിന് ആ ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. കാര്യങ്ങൾ വ്യക്തമാണ്. കനയ്യകുമാറിനെതിരെ പ്രാദേശികമായി അവിടെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിതിൻ അംബുജൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഡൽഹിയിൽ നിന്ന്. അടുത്ത റിപ്പോർട്ടിലേക്ക് കൂടി. ഭൂപതിവ് നിയമ ഭേദഗതിയിൽ ഗവർണർ ഒപ്പിട്ടതോടെ ചട്ടരൂപീകരണ നടപടി വേഗത്തിലാക്കി സർക്കാർ. നടപടികൾ പൂർത്തിയാക്കി അടുത്ത മാസത്തോടെ ക്രമവൽക്കരണം തുടങ്ങും. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുമെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ഭേദഗതി വൻകിടക്കാരെ സഹായിക്കുന്നതാണെന്ന് അതിജീവന പോരാട്ടവേദി കുറ്റപ്പെടുത്തി. ഭൂപതിവ് ചട്ടഭേദഗതിക്ക് അംഗീകാരം ലഭിച്ചതോടെ നടപടി വേഗത്തിലാക്കുകയാണ് റവന്യൂ വകുപ്പ്. പതിച്ചു നൽകിയ ഭൂമിയിലെ കെട്ടിടങ്ങളുടെ ക്രമവൽക്കരണം അടുത്ത മാസം തുടങ്ങും. ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് വേഗത്തിലാക്കാൻ റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകി. ചട്ടരൂപീകരണം അടുത്ത മാസത്തോടെ പൂർത്തിയാകും. നേരത്തെ തയ്യാറാക്കിയ പട്ടിക അനുസരിച്ച് ക്രമവൽക്കരണം തുടങ്ങും. റിസോർട്ടുകൾക്കും വൻകിട ഹോട്ടലുകൾക്കും തൽക്കാലം അംഗീകാരം നൽകേണ്ടെന്നാണ് സർക്കാർ നിലപാട്. ജീവിതോപാധിക്കായി നടത്തിയ ചെറുനിർമ്മാണങ്ങളും കൃഷിഭൂമിയുടെ വകമാറ്റിയുള്ള ഉപയോഗവും ക്രമവൽക്കരിക്കും. ഇടുക്കി ജില്ലയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾക്ക് ഇതോടെ പരിഹാരമാകുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഇടുക്കി ജില്ലയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ ശാശ്വതമായ പരിഹാരം കാണുമെന്ന രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പുതിയ ഭേദഗതിയിലെ ചട്ടനിർമ്മാണം വൻകിടക്കാരെ മാത്രം സഹായിക്കാൻ വേണ്ടിയെന്ന് അതിജീവന പോരാട്ടവേദി കുറ്റപ്പെടുത്തി. പിണറായി ഗവൺമെന്റ് ഇപ്പോൾ പുതിയ ചട്ടഭേദഗതി കൊണ്ടുവന്ന് ഈ ഭൂപ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഈ നിയമം കർഷക വിരുദ്ധമെന്നാണ് ഞങ്ങൾ പറയുന്നത്. 1964 ചട്ടം മാത്രം ഭേദഗതി ചെയ്യുന്നത് കർഷകർക്ക് ഗുണകരമാകില്ല എന്നാണ് അതിജീവന പോരാട്ടവേദിയുടെ നിലപാട്. 24 ഇടുക്കി, തിരുവനന്തപുരം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ്. KSRTC ബസ് സൈഡ് നൽകിയില്ല എന്നാരോപിച്ച് മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവറും തമ്മിൽ വാക്കുതർക്കം. മേയറുടെ പരാതിയിൽ ബസ് ഡ്രൈവർ യദുവിന്റെ പേരിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. കാർ ബസ്സിന് കുറുകെയിട്ട് ട്രിപ്പ് മുടക്കിയെന്ന് KSRTC ഡ്രൈവറും പരാതി പറഞ്ഞു. പക്ഷേ പോലീസ് ഈ പരാതിയിൽ കേസെടുത്തില്ല. ഭർത്താവ് സച്ചിൻ ദേവ് MLAയും ഒപ്പമുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. MG പ്രതീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, എന്താണ് ഈ തർക്കത്തിന് ആധാരം? എപ്പോഴായിരുന്നു ഈ സംഭവം? ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരം പാളയത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ MLAയും സഞ്ചരിച്ച വാഹനവും ഒപ്പം ഈ KSRTC ഡ്രൈവറും തമ്മിലാണ് ഒരു വാക്കുതർക്കം ഉണ്ടായത്. ഈ KSRTC ബസ് കാറിന് സൈഡ് നൽകിയില്ല എന്നതാണ് മേയറുടെ ആരോപണം. തുടർന്ന് മേയറും KSRTC ഡ്രൈവറും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇതിന് പിന്നാലെയാണ് മേയർ ഈ ഡ്രൈവർക്കെതിരെ കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയത്. മേയറുടെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ KSRTC ഡ്രൈവർ പറയുന്ന മറുപടി, ഈ KSRTC ബസ് പോകവേ ഈ മേയറുടെ വാഹനം കുറുകെ വരികയും തുടർന്ന് ഈ KSRTC ബസിന്റെ മുന്നിൽ വെച്ച് നിർത്തുകയും ചെയ്തു. തുടർന്ന് മോശമായി പെരുമാറിയെന്നും ട്രിപ്പ് മുടക്കിയെന്നതുമാണ് KSRTC ഡ്രൈവർ പരാതിയായി പറയുന്നത്. ഈ പരാതി പോലീസിൽ നൽകിയെങ്കിലും KSRTC ഡ്രൈവറുടെ പരാതിയിൽ നിലവിൽ കേസെടുത്തിട്ടില്ല. കുറെ അധികം സമയം മേയറും ഡ്രൈവറും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഡ്രൈവർ മേയറോട് മോശമായി പെരുമാറിയെന്ന ആരോപണം കൂടി ഈ പരാതിയിൽ മേയർ ഉന്നയിക്കുന്നുണ്ട്. ഉന്മേഷം. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ രാത്രിയാണ് ഈ തർക്കം ഉണ്ടായത്. പരാതി ഉയർന്നിരിക്കുന്നത്. ഏറെ ചോദ്യങ്ങൾ പ്രേക്ഷകരുടേതായി വരുന്നുണ്ട്. ജോസ്വിൻ ജോസഫ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തൊരു ചൂടാണ്, മഴ പെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നേരത്തെയും പ്രേക്ഷകർ സമാനമായ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. കൊടും ചൂടാണ്, പക്ഷേ വേനൽ മഴയ്ക്കുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട് എന്ന് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട്. മലയോര മേഖലകളിൽ വേനൽ മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ വരുന്ന ഒരാഴ്ച കൊടും ചൂട് സംസ്ഥാനത്ത് തുടരും എന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. കോൺഗ്രസിന് തിരിച്ചടിയായി അരവിന്ദർ സിംഗ് ലവ്ലി ഡൽഹി PCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. സംഘടനാ തലത്തിലെ തർക്കവും ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യവുമാണ് രാജിക്ക് കാരണം. നിർണായക തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തിയടക്കം ചൂണ്ടിക്കാട്ടിയുള്ള PCC അധ്യക്ഷന്റെ രാജി. ഡൽഹിയിൽ വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ്
കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് വിഭജനത്തിനെതിരെയും പരസ്യ വിമർശനം ഉന്നയിച്ച അരവിന്ദർ സിംഗ് ലവ്ലി PCC അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നത്. ഡൽഹിയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപക് ബബ്രിയുമായുള്ള തർക്കമാണ് രാജിക്ക് പ്രധാന കാരണം. ബ്ലോക്ക് തലത്തിൽ നിയമനങ്ങൾ നടത്താൻ PCC അധ്യക്ഷന് അധികാരം നൽകുന്നില്ലെന്നും ഡൽഹിയിലെ 150 ബ്ലോക്കുകൾ നിർജീവമായ അവസ്ഥയിലാണെന്ന് അരവിന്ദർ സിംഗ് ലവ്ലി പറഞ്ഞു. കോൺഗ്രസിനെതിരെ വ്യാജ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യത്തിനെതിരെയും PCCയുടെ നിർദ്ദേശങ്ങൾ തള്ളി അപരിചിതരെ സ്ഥാനാർത്ഥികളാക്കിയെന്ന കനയ്യകുമാറിനെ ഉന്നം വെച്ചും ലവ്ലി കുറ്റപ്പെടുത്തി. ലവ്ലിയുടെ അപ്രതീക്ഷിത രാജിക്ക് പിന്നാലെ BJP പ്രവേശനവും ചർച്ചയാവുകയാണ്. ഇതിനിടെ ഡൽഹിയിൽ സുനിത കേജ്രിവാളിനെ രംഗത്തിറക്കിയാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണം. പശ്ചിമ ഡൽഹിയിലെ റോഡ് ഷോയ്ക്ക് പിന്നാലെ പഞ്ചാബിലും ഹരിയാനയിലും സുനിത പ്രചാരണത്തിനെത്തും. സുനിത കേജ്രിവാളിന്റെ ആദ്യ റോഡ് ഷോ പാർട്ടിക്ക് ഊർജം നൽകിയെന്ന് മന്ത്രി അതിഷി 24-നോട് പറഞ്ഞു. The people of Delhi love Arvind Kejriwal. The people of Delhi regard Arvind Kejriwal as a part of their family. And today people are out in such large numbers to give Arvind Kejriwal their blessings. മദ്യനയ അഴിമതി കേസിലെ അറസ്റ്റിനെ ചോദ്യം ചെയ്തുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കും. ഡൽഹി ഹൈക്കോടതി നേരത്തെ തള്ളിയ ഹർജിയിലെ സുപ്രീം കോടതിയുടെ ഇടപെടൽ ആം ആദ്മി പാർട്ടിക്ക് നിർണായകമാകും. 24 ഡൽഹി. ഇനി നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ അതിജീവിത വീണ്ടും സമരത്തിന്. ഡോക്ടർ KV പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് നാളെ മുതൽ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം നടത്തും എന്ന് അതിജീവിത 24-നോട് പറഞ്ഞു. IG നൽകിയ ഉറപ്പ് വെറും വാക്കായെന്നും അതിജീവിത കുറ്റപ്പെടുത്തി. കോഴിക്കോട് ICU പീഡന കേസിൽ അതിജീവിതയുടെ മൊഴിയെടുത്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ KV പ്രീതിക്കെതിരെ അതിജീവിത സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. മൊഴി പൂർണ്ണമായി രേഖപ്പെടുത്തിയില്ല എന്നും പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. പരാതി നൽകി 1 വർഷം പിന്നിട്ടിട്ടും അതിജീവിതയ്ക്ക് റിപ്പോർട്ട് നൽകിയിട്ടില്ല. വിവരാവകാശം നൽകിയെങ്കിലും ലഭ്യമായില്ല. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉത്തരമേഖല IG ഇടപെട്ടതോടെ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം കഴിഞ്ഞ 24-ന് അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷവും നടപടി ഉണ്ടാവാത്തതിനാലാണ് വീണ്ടും സമരത്തിനിറങ്ങുന്നത്. എന്തായാലും സമരം സ്ട്രോങ് ആക്കാൻ വിചാരിക്കുന്നുണ്ട്. കാരണം അത് തരുന്നതിന് ബുദ്ധിമുട്ടുള്ള റിപ്പോർട്ടൊന്നല്ല. അപ്പൊ അവര് കരുതിക്കൂട്ടി അത് പിടിച്ചു വെക്കല്ലേ. നമ്മളെ അവകാശങ്ങളല്ല അവര് പിടിച്ചു വെക്കുന്നത്. 1 വർഷമായില്ല അവരെ പുറകെ നടക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി സമരം മാറ്റി വെക്കൊന്നുമില്ല. ഇനി പിന്നോട്ടേക്കില്ലല്ലോ, മുന്നോട്ടേക്ക് തന്നെയല്ലേ. പോരാടി നോക്കുക, വിജയം ഉണ്ടാവുമായിരിക്കും പ്രതീക്ഷിക്കുക. വിഷയത്തിൽ അതിജീവിത ഹൈക്കോടതിയിൽ സങ്കട ഹർജി നൽകിയിട്ടുണ്ട്. 2023 മാർച്ച് 18-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ അറ്റൻഡർ MM ശശീന്ദ്രൻ പീഡിപ്പിച്ചെന്നാണ് കേസ്. 24 കോഴിക്കോട്. നെടുമ്പാശ്ശേരിയിലേക്കാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ കോടികളുടെ ലഹരി വേട്ടയിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു DRI. കൊക്കെയിനുമായി പിടിയിലായ കെനിയൻ പൗരന്റെ കൊച്ചിയിലെ ഇടപാടുകാരെ കണ്ടെത്തും. 6.68 കോടി രൂപയുടെ കൊക്കെയിനാണ് DRI പിടികൂടിയത്. എത്യോപ്യയിൽ നിന്ന് കൊച്ചിയിലെത്തിയ മിഷേൽ എൻഗംഗ എന്ന കെനിയൻ പൗരനിൽ നിന്നാണ് 668 ഗ്രാം കൊക്കൈൻ DRI സംഘം പിടികൂടിയത്. ഗുളിക രൂപത്തിൽ വിഴുങ്ങിയ നിലയിലായിരുന്നു. എക്സ്റേ പരിശോധനയിലാണ് കണ്ടെത്തിയത്. അങ്കമാലിയിലെ ആശുപത്രിയിലെത്തിച്ച് കൊക്കൈൻ പുറത്തെടുത്തു. 6.5 കോടിയിലധികം വില വരുന്ന ലഹരിയാണ് പ്രതിയിൽ നിന്ന് കണ്ടെടുത്തത്. റിമാൻഡിലുള്ള പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് DRIയുടെ നീക്കം. ഇയാളുമായി കൊച്ചിയിൽ ലഹരി ഇടപാട് നടത്തിയവരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. കെനിയൻ പൗരന്റെ യാത്രാ പശ്ചാത്തലം ഉൾപ്പെടെ പരിശോധിച്ചുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. 24 കൊച്ചി. ഇനി നമ്മൾ ആലപ്പുഴ അമ്പലപ്പുഴ വരെ പോകുന്നു. കാക്കാടത്തെ ശ്രീനാരായണ ഗുരുമന്ദിരം തൽക്കാലം പൊളിച്ച് നീക്കില്ല എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധത്തിന് പിന്നാലെ ഹൈക്കോടതി പോലീസിനോടും സ്ഥലം റിസീവറോടും റിപ്പോർട്ട് തേടി. അടുത്ത മാസം 20-ന് കോടതി വിഷയം വീണ്ടും പരിഗണിക്കും. സ്വകാര്യ ട്രസ്റ്റ് നടത്തിയ തട്ടിപ്പിന്റെ പേരിൽ ശ്രീനാരായണ ഗുരുമന്ദിരം പൊളിച്ചു നീക്കാൻ ശ്രമം നടക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. ദേശീയപാതയിൽ അമ്പലപ്പുഴ കാക്കാഴത്തുള്ള 70 വർഷം പഴക്കമുള്ള ഗുരുമന്ദിരം ഇന്ന് പൊളിച്ചു നീക്കാനായിരുന്നു കോടതി ഉത്തരവ്. റസീവറും പോലീസും എത്തിയതോടെ വൻ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ഉത്തരവ് നടപ്പിലാക്കത്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഈ വെട്ടിപ്പ് കമ്പനി എന്ന് പറയുന്നത് പഴയ പ്രസിഡന്റ് ബാബുവും സെക്രട്ടറിയും റിസീവറും കൂടെ ചേർന്നുകൊണ്ട് ലക്ഷക്കണക്ക് കോടിക്കണക്കിന് രൂപ ഹൈവേയുടെ സ്ഥലത്തിന് പോയി കിട്ടി. അപ്പുറത്ത് സ്ഥലം വിറ്റപ്പോൾ 2.5 കോടി കിട്ടി. അതിന് 62 സെൻറ്റ് പിന്നെ അവിടെ വിൽക്കാനുണ്ട്. ഇതിലൊന്നും ഞങ്ങൾക്ക് കോടതി ധിക്കരിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ഈ 16 സെൻറ്റ് സ്ഥലം പൂർവ്വീകർ സമ്പാദിച്ച് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. ഞങ്ങളില്ലെങ്കിൽ ഇവിടെ ആത്മഹത്യ ചെയ്യും.
പ്രതിഷേധം ശക്തമായതോടെ ഉദ്യോഗസ്ഥർക്ക് മടങ്ങേണ്ടി വന്നു. ഇതിനിടെ വിഷയത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി. സ്ഥലത്തർക്കവുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി 20-ന് വീണ്ടും പരിഗണിക്കും. നിക്ഷേപകരുടെ പണം തിരികെ നൽകാനാണ് ദേശീയപാതയ്ക്കരികിലെ കോടികൾ വില വരുന്ന സ്ഥലം ഹൈക്കോടതി ഉത്തരവനുസരിച്ച് വിൽക്കുന്നതെങ്കിലും നിക്ഷേപകരുടെ കൃത്യമായ വിവരങ്ങൾ പോലും റിസീവറുടെ പക്കലില്ലെന്നും ആരോപണമുണ്ട്. കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകും വരെ പ്രതിഷേധം തുടരാനാണ് നാട്ടുകാരുടെയും വിശ്വാസികളുടെയും തീരുമാനം. 24 ആലപ്പുഴ. ഇനിയൊരു സങ്കട വാർത്തയിലേക്കാണ്. 11 മാസത്തെ ശമ്പളം കുടിശ്ശികയായതോടെ ദുരിതം അനുഭവിക്കുകയാണ് ബാംബു കോർപ്പറേഷൻ ഫാക്ടറിയിലെ ജീവനക്കാർ. പണം അടയ്ക്കാത്തതിനെ തുടർന്ന് അങ്കമാലിയിലെ ഫാക്ടറിയിലെ വൈദ്യുതി KSEB വിച്ഛേദിച്ചു. കോടിക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ഫാക്ടറിയിൽ കെട്ടിക്കിടക്കുന്നത്. ഇവിടെ കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടു പോയി, കാല് മുറിച്ചു മാറ്റപ്പെട്ട ഒരു വിശംബരൻ എന്ന് പറയുന്ന ഒരു തൊഴിലാളി ഇവിടുന്ന് 2023 ആദ്യകാലത്ത് ഇവിടുന്ന് റിട്ടയർഡായിപ്പോയി. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന് 2 പെൺകുഞ്ഞുങ്ങളാണ്. അദ്ദേഹത്തിന് പോലും ആ കുഞ്ഞുങ്ങളുടെ കണ്ണീര് കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ചപ്പോൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞ ഒരാനുകൂല്യങ്ങളും അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. ചെയ്ത ജോലിക്ക് ശമ്പളമില്ല. കേരള ബാംബു കോർപ്പറേഷന്റെ ഫാക്ടറിയിലെ തൊഴിലാളികളുടെ അവസ്ഥയാണിത്. KSEB വൈദ്യുതി വിച്ഛേദിച്ചതോടെ ഫാക്ടറിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. ജീവിക്കാനായി മറ്റു ജോലികൾ ചെയ്യേണ്ട അവസ്ഥ. ഈറ്റ, പനമ്പ്, നെയ്ത്ത്, മുളയുടെ തൊഴിലാളികൾ, ഒരുപാട് ആയിരക്കണക്കിന് തൊഴിലാളികളാണ് കേരളം ഒട്ടാകെ ഉള്ളത്. അവരുടെ കുടുംബാംഗങ്ങൾ ജീവിച്ചിരുന്നതാണ്. ഇതെല്ലാം DA കൊടുക്കുന്നില്ല, അവർക്ക് ശമ്പളം. ഇപ്പോൾ ഫാക്ടറി തൊഴിലാളികൾ ഉൾപ്പെടെ ആർക്കും തന്നെ 11-12 മാസമാകുന്നു ശമ്പളം കൊടുത്തിട്ടില്ല. PF കൊടുക്കുന്നില്ല, ESI ആനുകൂല്യങ്ങൾ പൈസ അടയ്ക്കുന്നില്ല, GSTയിൽ പൈസ അടയ്ക്കാത്തത് കൊണ്ട് ഉൽപ്പന്നങ്ങൾ വിറ്റുപോകുന്നില്ല. വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്ത തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളും മുടങ്ങി. PF തുക അടക്കം കുടിശ്ശികയാണ്. പിരിഞ്ഞു പോകുമ്പോൾ സമ്പാദ്യമായി ഒന്നും ലഭിക്കില്ല. ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് ഇവിടെ. ഞങ്ങളുടെ കാര്യങ്ങളൊന്നും ഇവിടെ നടത്തണില്ല. ഞാൻ 10-24 വർഷമായി ഇവിടെ ജോലി ചെയ്തിട്ട് കയറിയിട്ട് ഈ മാസം ഞങ്ങൾ റിട്ടയർഡ് ആവാണ്. ഇതുവരെ ഞങ്ങൾക്ക് ശമ്പളം വരെ ഒന്നും ശരിയായിട്ട് തരണില്ല. ഞങ്ങൾക്ക് ഒന്നും അനുകൂലങ്ങളില്ല. അനുകൂലങ്ങൾ തരണില്ല ഇവർ. ഞങ്ങൾക്കൊന്നും ഇല്ല എന്ന് പറയണേ. കോടിക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ഫാക്ടറിക്കുള്ളിൽ കെട്ടിക്കിടക്കുന്നത്. ഭരണതലത്തിലെ കെടുകാര്യസ്ഥതയാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തെ തകർത്തതെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. ഇവിടുത്തെ ഉൽപ്പന്നം, അതായത് ഞങ്ങളുടെ ഈ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന ബാംബു പ്ലൈ, 3-3.5 കോടി രൂപയോളം വില മതിക്കുന്ന ബാംബു പ്ലൈ ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. ഇത് നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ സ്ഥാപനത്തിൻ്റെ പോരായ്മ. അതാണ് കോടിക്കണക്കിന് രൂപയുടെ റോ മെറ്റീരിയലായി പനമ്പ് ഇവിടെ ഇരുന്ന് നശിച്ചു പോവുകയാണ്. ഈ ചെയർമാൻ ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി യാതൊരു കാര്യങ്ങളും സർക്കാരിൽ അടിയന്തരമായി ഇടപെട്ട് നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അത് ചെയർമാനോടും മന്ത്രിയോടും, ബഹുമാനപ്പെട്ട മന്ത്രിയോടും സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് എന്തെങ്കിലും ഒരു പോംവഴി ഈ തൊഴിലാളികളെ, പട്ടിണി മൂലം കിടക്കുന്ന ഈ തൊഴിലാളികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാതെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അധികാരികളുടെ കെടുകാര്യസ്ഥത മൂലമാണ് ഈ പൊതുമേഖലാ സ്ഥാപനം ഇന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി നിൽക്കുന്നത്. തൊഴിലാളികൾക്ക് അർഹമായ ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാൻ അധികാരികൾ എത്രയും വേഗം ദയയാകണമെന്നാണ് പറയാനുള്ളത്. ക്യാമറമാൻ റിജോയോടൊപ്പം എബിൻ ജോസ്, 24 കൊച്ചി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ UDF മുന്നോട്ട് വെച്ച ചില പരാതികളുണ്ട്. വോട്ടെടുപ്പ് വൈകിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് അടുത്ത നടപടിയിലേക്ക് കടക്കുന്നു എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പോളിംഗിലുണ്ടായ കാലതാമസം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിക്കുന്നതിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയപ്പെട്ടുവെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. AV ജയശങ്കർ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ജയശങ്കർ, നേരത്തെ തന്നെ ഈ പരാതി ഉയർന്നതാണ്, കോൺഗ്രസ് നേതാക്കൾ അത് പറഞ്ഞതുമാണ്. ഇപ്പോൾ എന്താണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട്? ഉന്മേഷ, തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ഉടനെ തന്നെ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട വ്യാപക ആക്ഷേപം ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവും ഒപ്പം മറ്റ് പ്രധാന കോൺഗ്രസിലെ നേതാക്കന്മാരുൾപ്പെടെ സമാനമായ പ്രതികരണങ്ങളാണ് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ നൽകിയത്. ഈ വിഷയത്തിലാണ് നിലവിൽ UDF നിലവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. ആ പ്രതിപക്ഷ നേതാവാണ് ഇത്തരം ഒരു പരാതിയുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് നീതിപൂർണമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനെ കുറിച്ച് കൃത്യമായ
സ്വതന്ത്രമായ ഒരു അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷ നേതാവ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ പറയുന്നത്. ഇത്രയും മോശമായൊരു തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് ഇതുവരെ നടന്നിട്ടില്ല. 6 മണിക്ക് ശേഷം പോളിംഗ് ബൂത്തിലെത്തിയവർക്ക് വോട്ട് ചെയ്യാനാകാത്ത സാഹചര്യമുണ്ടായി. കടുത്ത ചൂടിൽ മണിക്കൂറുകളോളം കാത്തു നിന്നിട്ടും പലരും വോട്ട് ചെയ്യാതെ മടങ്ങേണ്ട അവസ്ഥയുണ്ടായി. വോട്ടിംഗ് ചെയ്യുന്നതിലെ കാലതാമസം വലിയ തോതിലുള്ള സമയദൈർഘ്യത്തിന് കാരണമായി എന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഇത്തരത്തിൽ പൊതുവിൽ വോട്ടർമാർക്ക് പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് ചെയ്യാനുള്ള ഭൗതിക സാഹചര്യം സംസ്ഥാനത്തുണ്ടായില്ല. ഇതിനേക്കാളെല്ലാം വലിയ ഗുരുതര ആരോപണം സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെയാണ്, അദ്ദേഹത്തിൻ്റെ ഓഫീസിനെതിരെയാണ്. വോട്ടർ പട്ടികയിൽ നിന്നും ഇരട്ട വോട്ടുകളും ഒപ്പം മരണപ്പെട്ട ആളുകളുടെ വോട്ടുകളും ഒഴിവാക്കി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിൽ സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ പരാജയപ്പെട്ടു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇത്തരം വിഷയങ്ങളിലെല്ലാം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യങ്ങളിലൊക്കെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി ബന്ധപ്പെട്ട് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് സ്കൂൾ തലത്തിലുള്ള ഗ്രേസ് മാർക്ക് മാനദണ്ഡത്തിൽ മാറ്റം വരുത്തി സർക്കാർ. ഗ്രേസ് മാർക്ക് മാത്രം പരിഗണിച്ചാൽ മതിയെന്നും ബോണസ് മാർക്ക് നൽകേണ്ട എന്നുമാണ് തീരുമാനം. ഇരട്ട ആനുകൂല്യം അക്കാദമിക് രംഗത്ത് മികവ് പുലർത്തുന്നവരെ പിന്തള്ളുന്നുവെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നടപടി. സ്കൂൾ തലത്തിൽ കലാകായിക മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് അടക്കം നേടുന്നവർക്ക് ഗ്രേസ് മാർക്ക് അനുവദിക്കാറുണ്ട്. ഇതോടൊപ്പം ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ബോണസ് മാർക്ക് കൂടി നൽകും. ഇത് അക്കാദമിക രംഗത്ത് മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെ പിന്തള്ളുമെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് പുതിയ പരിഷ്കാരം. SSLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഗ്രേസ് മാർക്ക് മാനദണ്ഡങ്ങളാണ് പരിഷ്കരിച്ചത്. 8-9 ക്ലാസുകളിൽ സംസ്ഥാനതല മത്സരങ്ങളിൽ ഉയർന്ന ഗ്രേഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിൽ റവന്യൂ ജില്ലാ മത്സരങ്ങളിൽ എ ഗ്രേഡ് ലഭിച്ചാലും ഗ്രേസ് മാർക്ക് ലഭിക്കും. കായിക മത്സരങ്ങൾക്കുള്ള ഗ്രേസ് മാർക്ക് മാനദണ്ഡത്തിലും മാറ്റമുണ്ട്. ഗ്രേസ് മാർക്ക് ഒരിക്കൽ നൽകുന്നതിനാൽ അടുത്ത തലത്തിലേക്കുള്ള പ്രവേശനത്തിന് ഗ്രേസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ബോണസ് മാർക്ക് നൽകേണ്ടതില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. ഇനി പാലക്കാട് എന്നുള്ളൊരു വാർത്തയിലേക്കാണ്. പാലക്കാട് മുദ്രാ ലോൺ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ സംഘത്തെ ചോദ്യം ചെയ്തതിന് മർദ്ദനം. വട്ടമ്പലം സ്വദേശി മുഹമ്മദ് ബഷീറിനാണ് മർദ്ദനമേറ്റത്. നിരവധി പേർ സമാന തട്ടിപ്പിന് ഇരയായതായി പരാതിക്കാർ പറഞ്ഞു. തുണിക്കച്ചവടത്തിന് 10 ലക്ഷം രൂപ മുദ്രാ ലോൺ എടുത്തു നൽകാമെന്ന് പറഞ്ഞ് 60,000 രൂപയാണ് പെരിന്തൽമണ്ണ സ്വദേശിയായ ഇടനിലക്കാരൻ കൈപ്പറ്റിയത്. ബാങ്കുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് പണം വാങ്ങിയത്. ഏറെ നാളുകൾക്ക് ശേഷം തട്ടിപ്പുകാരനെ അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ മുഹമ്മദ് ബഷീർ പണം ആവശ്യപ്പെട്ടു. പണം ചോദിച്ച ബഷീറിനെ പ്രതി ക്രൂരമായി മർദ്ദിച്ചു. അപ്പൊ ഇന്ന് യാദൃശ്യമായി ഒരു തമ്മിൽ മണ്ണാർക്കാട് വെച്ച് കണ്ടുമുട്ടിയപ്പോൾ എന്റെ മരുമകൻ മുഹമ്മദ് ബഷീർ എനിക്ക് തന്ന പൈസ എനിക്ക് തിരിച്ചു തരണം, ലോണോ നീയോ ശരിയാക്കി തന്നില്ല, പൈസ കൂടെ തിരിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ പൈസ തരില്ല, നീ കണ്ടത് കൂട്ടിക്കോ എന്ന് പറയുകയും തല്ലുകയും ചെയ്തു. നിരവധി പേരെ സമാന രീതിയിൽ കബളിപ്പിച്ചതായാണ് വിവരം. പരിക്കേറ്റ ബഷീർ ചികിത്സയിലാണ്. 55,000 രൂപ തരണം. മുഹമ്മദ് ബഷീറിന്റെ പരാതിയിൽ മണ്ണാർക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 24 പാലക്കാട്. ഇനി ഒരു അപകട വാർത്തയിലേക്കാണ്. കോട്ടയം ഏറ്റുമാനൂർ തവളക്കുഴിയിൽ നിയന്ത്രണം വിട്ട കാർ ഓടയിലേക്ക് മറിഞ്ഞ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പത്തനംതിട്ട കൊറ്റനാട് കുറിച്ചിപ്പതാലിൽ വീട്ടിൽ തങ്കമ്മയാണ് മരിച്ചത്. പുലർച്ചെ 1 മണിയോടെയാണ് അപകടമുണ്ടായത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു. 2 കുട്ടികളടക്കം 6 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരാളുടെ നില ഗുരുതരമാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ് നാളെ EDക്ക് മുന്നിൽ ഹാജരായേക്കും. നേരത്തെ ഹാജരാകണം എന്നാവശ്യപ്പെട്ട് ED നോട്ടീസ് നൽകിയിരുന്നു. എങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം ഹാജരാകാമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് ED വീണ്ടും നോട്ടീസ് നൽകിയത്. നേരത്തെ 4 പ്രാവശ്യം MM വർഗീസിനെ ED ചോദ്യം ചെയ്തിരുന്നു. കരുവന്നൂർ ബാങ്കിലെ CPIMന്റെ പേരിലുള്ള അക്കൗണ്ടുകൾ ജില്ലാ സെക്രട്ടറിയുടെ അറിവോടെ എന്നാണ് ED ആരോപണം. 25-ലേറെ വെളിപ്പെടുത്താത്ത അക്കൗണ്ടുകളും 101 ഇടങ്ങളിലായി പാർട്ടിക്ക് സ്വത്തുവകകൾ ഉണ്ടെന്നും ED പറയുന്നു. സംസ്ഥാനത്ത് കൊടും ചൂട്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി. അലക്സ് മോഹമ്മദ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, പുതിയ കാലാവസ്ഥാ വിവരങ്ങൾ വരുന്നുണ്ടോ ഇപ്പോൾ? അലക്സ്. ഉന്മേഷ, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന പുതിയ പ്രവചനം അനുസരിച്ച് പാലക്കാട് ജില്ലയിൽ താപതരംഗം 2 ദിവസം കൂടി തുടരും എന്നുള്ളതാണ്. കൊല്ലം, തൃശൂർ ജില്ലകളിൽ താപതരംഗ മുന്നറിയിപ്പ്, അതായത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇന്നും നാളെയും കൂടി നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ ആ ഉഷ്ണതരംഗം തുടരും എന്നും അറിയിക്കുന്നുണ്ട്. അതായത് പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കടുത്ത ഉഷ്ണമായിരിക്കും അനുഭവപ്പെടുക.
ആരോഗ്യ പ്രശ്നങ്ങൾക്കടക്കം കാരണമാകും ഈ ചൂട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മുതിർന്നവർ, രോഗികളൊപ്പം കുട്ടികൾ, ഗർഭിണികൾ ഇവരൊക്കെ പ്രത്യേകം ശ്രദ്ധ പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട്. നിർജ്ജലീകരണം അടക്കം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ധാരാളം വെള്ളമടക്കം കുടിക്കണമെന്ന് പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 3 ജില്ലകൾ ഉൾപ്പെടെ 12 ജില്ലകളിൽ അടുത്ത ദിവസങ്ങളിൽ ചൂട് കൂടും എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. അത്തരത്തിൽ 12 ജില്ലകളിൽ യെല്ലോ അലേർട്ട് കൂടി നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ. ശരി അലക്സ്. അലക്സ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നു ഇപ്പോഴും എന്നുള്ളതാണ്. ഇനി ഈ ആഴ്ച കൂടി, വരാൻ പോകുന്ന ആഴ്ച കൂടി ഈ കൊടും ചൂട് തുടരും എന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നതെന്നാണ് അലക്സ് മുഹമ്മദ് റിപ്പോർട്ട് ചെയ്തത്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 14ാമത് ഷോറൂം പാലക്കാട് നെന്മാറയിൽ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 3 മാസം നീണ്ടു നിൽക്കുന്ന പർച്ചേസ് ആനുകൂല്യങ്ങളും സർപ്രൈസ് ഗിഫ്റ്റുകളും ഒരുക്കിയിട്ടുണ്ട്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 14ാമത്തെ സ്റ്റോറാണ് ഈ നെന്മാറയിൽ ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. കസ്റ്റമേഴ്സിന് ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഓഫറുകളാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ട് ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല, കസ്റ്റമേഴ്സിന് ഒരു നവ്യ അനുഭവം നൽകുന്ന ഒരു സ്റ്റോറാണ് നെന്മാറയിൽ ഒരുക്കിയിട്ടുള്ളത്. നെന്മാറയിലെ ഏറ്റവും വലുതും ഏറ്റവും കളക്ഷൻ ഉള്ളതും ഏറ്റവും കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു സ്റ്റോറാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പല നാടുകളിലുള്ള മോഡൽസുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കോട്ടയം ആലപ്പുഴ പാതയിലെ ജലഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. പോളശല്യം രൂക്ഷമായതിനെ തുടർന്ന് ജലഗതാഗത വകുപ്പ് ബോട്ട് സർവീസുകൾ പൂർണ്ണമായി നിർത്തിവെച്ചു. പോളയിൽ കുടുങ്ങി കഴിഞ്ഞ ദിവസം 10 മണിക്കൂറാണ് ബോട്ട് സർവീസ് തടസ്സപ്പെട്ടത്. വേനൽ കടുത്തതോടെ പോളശല്യം അതിരൂക്ഷമാണ്. കൊടൂരാറിലൂടെ ചെറുവള്ളങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ. തണ്ണീർമുക്കം ബണ്ട് തുറന്നതിന് പിന്നാലെ പോള ഇടത്തോടുകളിലേക്ക് കയറി. ഇതോടെ ജലഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കോട്ടയം ആലപ്പുഴ പാതയിലെ ബോട്ട് സർവീസുകൾ ജലഗതാഗത വകുപ്പ് നിർത്തിവെച്ചു. ഇതോടെ യാത്രക്കാർ ദുരിതത്തിലായി. ഉച്ചയ്ക്ക് 1 മണിയുടെ ബോട്ടുണ്ടെന്ന് പറഞ്ഞാണ് വന്നത്. ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വന്നതാണ് കോട്ടയത്ത്. ഇവിടെ വന്നപ്പോൾ പോളെല്ലാം കൂടെ നിറഞ്ഞിടങ്ങുന്ന സാഹചര്യത്തിൽ ബോട്ടില്ല. ഞങ്ങളങ്ങ് തിരിച്ചു പോവുകയാണ്. എങ്ങനെയെങ്കിലും മാറ്റി അത് കറക്റ്റായിട്ട് ആ ബോട്ട് വിടാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണമെന്ന് നമ്മൾ പറയുകയാണ്. ജലഗതാഗതം തടസ്സപ്പെട്ടതോടെ കാർഷിക മേഖലയ്ക്കും തിരിച്ചടിയായി. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്നെത്തിയ സർവീസ് ബോട്ട് 10 മണിക്കൂറോളം പോളയിൽ കുടുങ്ങി. ഇതിന് പിന്നാലെ 3 സർവീസുകൾ നിർത്തിവെച്ചിരുന്നു. പ്രശ്നപരിഹാരത്തിനായി പലതവണ ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. 24 കോട്ടയം. സിന്ധു ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. മരുത്തുമല കുടുംബ യൂണിറ്റിന് 16ാമത് വാർഷികമാണ്. അവരുടെ ഒരു ആശംസകൾ പറയുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആശംസകൾ അറിയിക്കുന്നു. ഏതായാലും ഇന്നത്തെ ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം പൂർത്തിയാവുകയാണ്.